ഹായ് ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാണ് തോന്നും. കാരണം സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ തന്നെ കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെ വീടുകളിലും നമ്മുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട്. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ഈ മേശ വട്ടത്തിലാണ്. ഈ മേശ വട്ടത്തിലാണ് അല്ലെങ്കിൽ ഈ മേശ വട്ടത്തിലുള്ളതാണെന്ന് എങ്ങനെ പറയാം? ഈ മേശ എന്നുള്ളതിന് നമുക്ക് ദിസ് ടേബിൾ എന്ന് പറയാം അല്ലേ. ദിസ് ടേബിൾ ഈസ് റൗണ്ട്. ദിസ് ടേബിൾ ഈസ് റൗണ്ട്. ഈ മേശ വട്ടത്തിലാണ്. ഇനി ഈ മേശ ചതുരത്തിലാണെന്ന് എങ്ങനെ പറയാം? ദിസ് ടേബിൾ ഈസ് സ്ക്വയർ. ദിസ് ടേബിൾ ഈസ് സ്ക്വയർ. ഇനി ഈ മേശ ഒരു ഓവൽ ആകൃതിയിലുള്ളതാണെന്ന് എങ്ങനെ പറയാം? ദിസ് ടേബിൾ ഈസ് ഓവൽ. ഓക്കെ, നെക്സ്റ്റ്, ഈ പെട്ടി ഭാരം കൂടിയതാണ്. ഭാരം കൂടിയതാണ്. ഈ പെട്ടി എങ്ങനെ പറയാം? ദിസ് ബോക്സ്. ദിസ് ബോക്സ് ഈസ് എന്താണ്? ഭാരം കൂടിയതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹെവി എന്ന് പറയാം അല്ലേ. ദിസ് ബോക്സ് ഈസ് ഹെവി. ദിസ് ബോക്സ് ഈസ് ഹെവി. ഈ പെട്ടി ഭാരം കൂടിയതാണ്. ഇനി ഈ പെട്ടി ഭാരം കുറഞ്ഞതാണ്. ഭാരം കുറഞ്ഞതാണ് എങ്ങനെ പറയാം? ഈ പെട്ടി ദിസ് ബോക്സ് ഈസ് ഭാരം കുറഞ്ഞതാണ് എങ്ങനെ പറയാം? ദിസ് ബോക്സ് ഈസ് ലൈറ്റ്. ദിസ് ബോക്സ് ഈസ് ലൈറ്റ്. ഈ ബോക്സ് അല്ലെങ്കിൽ ഈ പെട്ടി ഭാരം കുറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലേ? അപ്പൊ ഇനി ഇതുപോലെയുള്ള കുറച്ച് സെന്റൻസും കൂടെ നമുക്ക് നോക്കാം. എന്റെ ബാഗ് ചതുരത്തിലാണ്. എന്റെ ബാഗ് ചതുരത്തിലാണ്. ചതുരത്തിലാണെന്നുള്ളതിന് എങ്ങനെ പറയാം? എന്റെ ബാഗ്, മൈ ബാഗ്. മൈ ബാഗ് ഈസ് ചതുരത്തിലാണ്. സ്ക്വയർ. മൈ ബാഗ് ഈസ് സ്ക്വയർ. എന്റെ ബാഗ് ചതുരത്തിലാണ്. ഈ പുസ്തകം നല്ല കട്ടിയുള്ളതാണ്. എങ്ങനെ പറയാം? ഈ പുസ്തകം ദിസ് ബുക്ക്. ദിസ് ബുക്ക് ഈസ് തിക്ക്. കട്ടിയുള്ളതാണ്. നമുക്ക് തിക്ക് എന്ന് ഉപയോഗിക്കാം കേട്ടോ. ദിസ് ബുക്ക് ഈസ് തിക്ക്. ഈ ബുക്ക് നല്ല കട്ടിയുള്ളതാണ്, നല്ല കനമുള്ളതാണ് എന്നൊക്കെ പറയാനായിട്ട് ദിസ് ബുക്ക് ഈസ് തിക്ക് എന്ന് പറയാം. നെക്സ്റ്റ്, ഈ കിണർ ആഴം കൂടിയതാണ്. ആഴം കൂടിയതാണെന്ന് എങ്ങനെ പറയാം? ദിസ് കിണർ എന്നുള്ളതിന് ദിസ് വെൽ. വെൽ എന്ന് വെച്ചാൽ കിണർ എന്നാട്ടോ. ദിസ് വെൽ ഈസ് എന്താണ്? ആഴം കൂടിയതാണ്. ഡീപ്പ് എന്ന് പറയാം കേട്ടോ. ദിസ് വെൽ ഈസ് ഡീപ്പ്. ഇനി നല്ല ആഴം കൂടിയതാണെന്നൊക്കെ പറയണമെങ്കിലോ ദിസ് വെൽ ഈസ് വെരി ഡീപ്പ് എന്ന് പറയാം കേട്ടോ. ദിസ് വെൽ ഈസ് വെരി ഡീപ്പ്. നെക്സ്റ്റ്, ഈ കിണർ ആഴം കുറഞ്ഞതാണ്. ആഴം കുറഞ്ഞതാണെന്ന് എങ്ങനെ പറയാം? ദിസ് വെൽ ഈസ് ആഴം കുറഞ്ഞതാണ് എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ഷാലോ എന്ന് പറയാം കേട്ടോ. ഷാലോ. ദിസ് വെൽ ഈസ് ഷാലോ. ദിസ് വെൽ ഈസ് ഷാലോ. ഈ കിണർ ആഴം കുറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, എന്റെ വീട് ചെറുതാണ്. എന്റെ വീട് ചെറുതാണെന്ന് എങ്ങനെ പറയാം? മൈ ഹൗസ് ഈസ് സ്മോൾ. എല്ലാവർക്കും അറിയാം അല്ലെ, ചെറുതാണ്. മൈ ഹൗസ് ഈസ് സ്മോൾ. ഇനി ആ കണ്ണാടി പൊട്ടിയതാണ്. ആ കണ്ണാടി പൊട്ടിയതാണ് എങ്ങനെ പറയാം? ദാറ്റ് മിറർ. കണ്ണാടി എന്നുള്ളതിന് നമുക്ക് മിറർ എന്ന് ഉപയോഗിക്കാം അല്ലെ. ദാറ്റ് മിറർ ഈസ് ബ്രോക്കൺ. പൊട്ടിയതാണ് എന്നുള്ളതിന് ബ്രോക്കൺ. ഓക്കെ, ദാറ്റ് മിറർ ഈസ് ബ്രോക്കൺ. ആ കണ്ണാടി പൊട്ടിയതാണ്. എന്റെ ബാഗ് കീറിയതാണെന്ന് എങ്ങനെ പറയാം? എന്റെ ബാഗ് കീറിയതാണ്. മൈ ബാഗ് ഈസ് torn. എന്റെ ബാഗ് കീറിയതാണ്. മൈ ബാഗ് ഈസ് torn. ഓക്കെ, എന്റെ ചുരിദാർ പുതിയതാണ്. ഇതെങ്ങനെ പറയാം? മൈ ചുരിദാർ ഈസ് ഓക്കെ മൈ ചുരിദാർ ഈസ് ന്യൂ. മൈ ചുരിദാർ ഈസ് ന്യൂ. എന്റെ ചുരിദാർ പുതിയതാണ്. ഇനി എന്റെ ചുരിദാർ പഴയതാണെന്ന് എങ്ങനെ പറയാം? മൈ ചുരിദാർ ഈസ് ഓൾഡ്. മൈ ചുരിദാർ ഈസ്
ഓൾഡ്. എൻ്റെ ചുരിദാർ പഴയതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാനുള്ളത് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മുടെ മിക്ക കോൺവെർസേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാമെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് കേട്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടാവും. എന്നാൽ കുറേ പേർക്ക് അത് അറിയാത്തതായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു.